ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. നമ്മൾ കാണുന്ന പല കാഴ്ചകളും പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്, ചിലപ്പോൾ വല്ലാതെ അസ്വസ്ഥരാക്കാറുമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഏറെ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിട്ട ഒരു യുവതിയാണ് രേണു സുധി. അവർ ചെയ്യുന്ന കണ്ടന്റുകളോടും റീൽസുകളോടുമുള്ള വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നമ്മളെയെല്ലാം ഒരേപോലെ ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമാണ്. രേണു സുധിക്ക് ഇപ്പോൾ 3ാം സ്റ്റേജിലേക്ക് കടന്ന് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കുന്നു. രേണുവെ മുൻപ് ഏറ്റവും കൂടുതൽ വിമർശിച്ച യൂട്യൂബർമാർ പോലും ഈ വാർത്തയറിഞ്ഞ് ഇന്ന് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. മുൻപ് ചെയ്ത കടുത്ത വിമർശനങ്ങളിൽ പലർക്കും ഇന്ന് അതിയായ ഖേദമുണ്ട്. കാരണം നിലപാടുകളിലോ ചെയ്യുന്ന കണ്ടന്റുകളിലോ എത്ര തന്നെ വിയോജിപ്പുകൾ ഉണ്ടായാൽ പോലും നമ്മുടെ ശത്രുക്കൾക്ക് പോലും മാരകമായ ഒരു അസുഖം വരണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കില്ല. അത് മനുഷ്യപ്പറ്റിൻ്റെയും മാനുഷികതയുടെയും ലക്ഷണമാണ്. മുൻപ് അവരെ എതിർത്ത വ്യക്തികളും ഇന്ന് അവർക്ക് പിന്തുണയുമായി പ്രാർത്ഥനകളോടെ കൂടെ നിൽക്കുന്നു എന്നത് ഈ സമൂഹത്തിൽ മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. എന്നാൽ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുമ്പോഴും ഈ വാർത്ത പുറത്തു വന്നിട്ട് പോലും അതിനെ സംശയത്തോടെ നോക്കിക്കണ്ട ചില സ്ത്രീ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഇവിടെ തന്നെ ഇപ്പോഴുമുണ്ട്. ഒരു പെൺകുട്ടി ഈ രോഗവിവരം മുൻകൂട്ടി അറിഞ്ഞ് അത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് പങ്കുവച്ചപ്പോൾ അതിനെ ഒരു വ്യാജ കഥയെന്നും തങ്ങളെ കൊടുക്കാനുള്ള ട്രാപ്പാണെന്നും പറഞ്ഞ് കണ്ടന്റാക്കിയ ചില നികൃഷ്ട ജീവികൾ. സ്വന്തം താല്പര്യങ്ങൾക്കും വ്യൂസിനും വേണ്ടി ഒരു പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെയും ഐഡൻറ്റിറ്റിയെയും ഫോൺ നമ്പറിനെ പോലും പരസ്യപ്പെടുത്തി സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുത്ത ഇത്തരക്കാരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? മറ്റുള്ളവരുടെ കണ്ണീരിലും രോഗത്തിലും സ്വന്തം വിജയം കാണാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീ യൂട്യൂബർമാരുടെ മനോഭാവം അങ്ങേയറ്റം ലജ്ജാകരമാണ്. ക്യാൻസർ സ്ഥിരീകരിച്ച് മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമായി പുറത്തു വന്നിട്ടും 3ാം സ്റ്റേജ് ആയ ഒരാൾക്ക് എങ്ങനെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്ന വക്രബുദ്ധികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. രോഗത്തിൻ്റെ വേദനയിലും തൻ്റെ കുഞ്ഞിനെ ഓർത്ത് തളരാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കടുത്ത സൈബർ ആക്രമണവും വ്യക്തിപരമായ ആഘാതങ്ങളും നേരിട്ടിട്ടും അവർ കാണിക്കുന്ന ഈ ധൈര്യം ഒരുപക്ഷെ മറ്റുള്ള രോഗികൾക്ക് ഒരു മാതൃകയായിരിക്കാം. പലരുടെയും ജീവിതങ്ങളും രോഗാവസ്ഥകളും വെറും വ്യൂസിനും പണത്തിനും വേണ്ടിയുള്ള കണ്ടന്റായി മാത്രം കാണുന്ന ചിലരോട് പറയട്ടെ, സാമൂഹ്യ മാധ്യമങ്ങളിലെ മത്സരങ്ങൾക്കും തർക്കങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം എന്നൊരു വികാരമുണ്ട്. ഒരു മനുഷ്യൻ്റെ തകർച്ചയിലോ രോഗത്തിലോ ആനന്ദം കണ്ടെത്തുന്ന ക്രൂരത അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. രേണു സുധിക്ക് ഈ മാരക രോഗത്തെ പൂർണ്ണമായും അതിജീവിച്ച്